മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ്. അങ്ങനെ അനുമോളുടെ കുടുംബവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ അനുമോളെ സ്നേഹിക്കുന്നവരും പിന്നെ അനുമോൾക്ക് വേണ്ടി വേർപ്പൊഴുക്കിയവരും എല്ലാവരും ചേർന്നിട്ട് ഇപ്പോഴേ തമ്മ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രധാന വില്ലത്തി ആരാണ്? അനുമോളുടെ സഹോദരിയാണോ? ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഈ സഹോദരി അനീഷിനോടും കുടുംബത്തോടും ചെയ്തൊരു വലിയ ചതിയെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ പറയുന്നത്. അതായത് ആ ഒരു ഒറ്റ പ്രസ്താവന കൊണ്ട് ആ കുടുംബം നേരിട്ട വിഷമങ്ങള്, അതുപോലെ തന്നെ ആ അമ്മ നേരിട്ട വിഷമങ്ങള്, അച്ഛൻ നേരിട്ട വിഷമങ്ങള് എന്താണെന്ന് വെച്ചാൽ തന്റെ സഹോദരിക്ക് കപ്പടിക്കാൻ വേണ്ടിയിട്ട് അവരെ എന്തോ എല്ലാവരും ചേർന്ന് സംഘം ഒറ്റപ്പെടുത്തുന്നോ സൈബർ അറ്റാക്ക് ചെയ്യുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിന്റെ സഹോദരനെതിരെ ഇവര് കൊടുത്ത ചില കേസുകൾ, കൊടുക്കുന്നു പറഞ്ഞ ചില കേസുകൾ ഉണ്ട്. ഏതായാലും അതൊന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മോശമായിട്ടുള്ള ഡീഗ്രേഡിംഗ് ആണ്. നമുക്കൊരു ലൈഫ് ഉള്ളതാണ്, അത് നമുക്ക് ഒട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരിക്കൽ നമ്മുടെ അനുവിന്റെ ഇൻസ്റ്റഗ്രാം ഞാനും ചേച്ചിയെ കൈകാര്യം ചെയ്തത്, അതിനകത്ത് നമ്മൾ സ്റ്റോറി. എന്റെ പൊന്ന് സഹോദരി, നിങ്ങളെ ആ തെളിവുകൾ നിങ്ങൾ പുറത്ത് വിടുവാ വേണ്ടത്. നിങ്ങൾ ഇപ്പോഴും വിടും എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ലേ? ആ തെളിവുകൾ നിങ്ങൾ പുറത്ത് വിടണം. അന്ന് നിങ്ങളോട് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അല്ലാതെ നമുക്ക് അന്നേ ചോദിക്കാൻ അറിയായിട്ടല്ല. നിങ്ങൾ പറയണം, ഇന്ന് തെളിവുകൾ നിങ്ങൾ പുറത്ത് വിടണം. കാരണം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ തെളിവുകളാണത്. അതല്ലാതെ വേറെ അനീഷിന്റെ ആൾക്കാരോ ഒന്നും ഉണ്ടാക്കിയതല്ല, അനീഷിന്റെ സഹോദരൻ ഉണ്ടാക്കിയതല്ല, അനീഷിന്റെ കുടുംബം ഉണ്ടാക്കിയതല്ല. നിങ്ങൾ തന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തെളിവുകൾ ഉണ്ടാക്കുക, നിങ്ങൾ തന്നെ പുറത്തുവിടും എന്ന് പറയുക. ബാക്കി കൂടി കേൾക്കാം. കോംബോ വെച്ച് സിസ്റ്റർ ബ്രദർ എന്നുള്ള കോംബോ വെച്ച് തുടങ്ങി. ഫാൻസുകാർ തന്നെയാണ്, അവരുടെ ആർമിക്കാരാണ് തുടങ്ങി നമ്മളല്ല അതൊന്നും സപ്പോർട്ട് ചെയ്തത്. പക്ഷേ അതിനുശേഷം ഈ ഫാൻസുകാർ തന്നെയാണ് അനുവിനെ വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഓരോ യൂട്യൂബ് ചാനലിലായാലും എല്ലാ സോഷ്യൽ മീഡിയ ഫുള്ള് അതിൻ്റെ എവിഡൻസ് ഉൾപ്പെടെ നമ്മളെ കയ്യിലുണ്ട്. ഇതെല്ലാം ചെയ്തത് അനീഷിൻ്റെ ആർമിക്കാരാണ്. ഇവർക്ക് ഒഫീഷ്യൽ ഒരു പേജുണ്ടല്ലോ, അനീഷിൻ്റെ ബ്രദർ ഉൾപ്പെടെയുള്ള അഡ്മിൻ ആയിട്ടുള്ള പേജിൽ അനുവിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത്. അപ്പോ അനീഷിന്റെ സഹോദരനാണ് ഇതിനെല്ലാം പുറകില് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഇവരെല്ലാവരും കൂടി ഫാമിലി റൗണ്ട് കയറിയപ്പോഴേ എല്ലാവരും ഭയങ്കര സ്നേഹത്തോടു കൂടി പിരിഞ്ഞതിന് ശേഷം ഈ സഹോദരി വന്നിട്ട് അവിടെ കൊടുത്തിട്ട് ഒരു എന്താ പറയണ്ടേ, കുറച്ച് തീ അങ്ങ് കത്തിച്ചു വിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ അനീഷിനെതിരെ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായി. ഫാമിലി റൗണ്ട് വരെ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്നത് അനീഷാണ്. തന്റെ സഹോദരിക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കപ്പ് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഈ സഹോദരി ചെയ്ത ഏറ്റവും വലിയൊരു ചതിയാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, ഈ സഹോദരി എന്ത് ചെയ്യണം? അതിനുള്ള തെളിവുകൾ പുറത്തു വിടണം. അത് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് അവരുടെ കയ്യിൽ തെളിവുകളില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. വെറുതെ എങ്ങനെ അടിച്ചിറക്കുകയാണ് ചെയ്തത്. ഇന്ന് കിട്ടുന്നതുണ്ടല്ലോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മ തന്നെയാണ്. അന്ന് നല്ലത് പറഞ്ഞവരൊക്കെ ഇന്ന് മോശം പറയുന്നുണ്ടെങ്കിൽ ഇന്ന് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നടക്കുന്ന, ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു സഹോദരി അവര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാം? ഇവര് ശരിക്കും പറഞ്ഞ മാടമ്പള്ളിയിലെ കള്ളിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എല്ലാം പുറകിൽ കളിക്കുന്നത് അനുമോളുടെ സഹോദരിയാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്റെ പൊന്നു സഹോദരി, നിങ്ങളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ലേ? നിങ്ങൾക്ക് ആ ജോലിയും കൊണ്ടെങ്കിൽ നിന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പുറകിൽ ഇപ്പോഴും പോകുന്നത്? നിങ്ങൾ ആരെ തോൽപ്പിക്കാനാണ്, ആരെ നന്നാക്കാനാണ് ഇപ്പോഴും പോകുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി, നിങ്ങളുടെ സഹോദരി തന്നെയാണ് അതിന്റെ അകത്ത് പറഞ്ഞത്, ഞാൻ പൈസ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത്, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ PR എന്ന് പറയുന്ന ഒരുത്തം വന്നിട്ട് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. പിന്നീട് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും നിഷേധിക്കുക ഒന്നും ചെയ്തിട്ടില്ല. പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പാണ്, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. ഇപ്പോഴും നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫാൻസുകളും നിങ്ങളുടെ ഗ്രൂപ്പുകളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുമാണ്. വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം ഇതിങ്ങനെയേ വരത്തുള്ളൂ. അതായത് അനുമോള് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കപ്പ് തന്നെ എന്ന് പറഞ്ഞൊരു ഭാരമായി ഇരിക്കുകയാണ്. കപ്പ് തന്നെ വലിച്ചെറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നിങ്ങളോട് ഏഷ്യാനെറ്റ് ആയാലും അതുപോലെ തന്നെ ബിഗ് ബോസ് ആയി കഴിഞ്ഞാലും നിങ്ങളുടെ സഹോദരിയോട് ചെയ്തത് ഒരു വലിയ ചതി തന്നെയാണ്. 12 വർഷമായിട്ട് നിങ്ങളുടെ സഹോദരി ഇവിടെ ജോലി ചെയ്തുണ്ടാക്കിയ പേരും പെരുമയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് ആ ചാനൽ അടിച്ചു പൊടിച്ച് വെളിയിൽ കളഞ്ഞില്ലേ? 45 ലക്ഷം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ആ 45 ലക്ഷത്തിന് നിങ്ങൾ ഒരിക്കലും മറുപടി പറയേണ്ടി വരും. അതായത് നിങ്ങൾ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ സഹോദരിക്ക് അതൊരു ബാധ്യതയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അതെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പല്ലേ, അല്ലാതെ വെറുതെ കളിച്ചു നേടിയൊന്നല്ലല്ലോ എന്നുള്ള ഒരു പരിഹാസമാണ് നിങ്ങളുടെ സഹോദരി കാത്തിരിക്കാൻ പോകുന്നത്. അത് പരിഹസിക്കുന്നത് വേറെ ആരും
അതുപോലെ അനീഷിന്റെ ഒരാളും നിങ്ങളെ വന്നിട്ടൊന്നും പറയില്ല, അനീഷിനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും നിങ്ങളോടൊന്നും പറയില്ല. പക്ഷേ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങളുടെ സഹോദരി ജയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സഹോദരിയുടെ കള്ളക്കണ്ണീര് നിങ്ങൾ ഇവിടെയും വിറ്റ പൈസ ഉണ്ടാക്കിയെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ നിങ്ങളുടെ സഹോദരിയെ പൊക്കി പറയുമ്പോഴേ അവിടെ ഒരു സഹോദരനായി പോയത് കൊണ്ട് മാത്രം അയാളെ നിങ്ങൾ വലിച്ചിട്ട് കൊടുത്തു സൈബർ അറ്റാക്കിന്, അയാളുടെ പേരിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിനെതിരെ, ആ കുടുംബത്തെ നിങ്ങൾ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അതിന് മാപ്പ് ചോദിക്കണം അവരോട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എത്ര സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ അനീഷിന്റെ അടുക്കാൻ നിങ്ങളും നിങ്ങളുടെ അമ്മയും സഹോദരിയും സംസാരിച്ചത്. എന്നിട്ട് ആ ഒരു നന്ദി പോലും നിങ്ങൾ കാണിച്ചിട്ടില്ല. ആ ഒരു നന്ദി പോലും കാണിക്കാതെ നിങ്ങൾ വെളിയിൽ വന്നിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൻ്റെ സഹോദരി പുറകെയാകും എന്നുള്ള ഒരു ബുദ്ധി നിങ്ങൾക്ക് വന്നു. അതാണ് അവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു കുരുട്ട് ബുദ്ധി നിങ്ങൾക്ക് വന്നു. ആ ബുദ്ധിയാണ് ഇന്ന് നിങ്ങളെ ഈ ഗതിയിലാക്കിയിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഫാൻസി ഗ്രൂപ്പ് മുഴുവൻ തിരിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുരുട്ട് ബുദ്ധി തന്നെയാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം എപ്പോഴും എന്ന് പറഞ്ഞാൽ നിലനിൽക്കും. നുണകളുണ്ടല്ലോ, അത് എപ്പോഴെങ്കിലും പുറത്തു വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വലിയൊരു നുണയും പിന്നെ എന്നുള്ള ഒരു ചില്ല് കൊട്ടാരങ്ങളുമാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പോഴെല്ലാവരും നിങ്ങൾ കണ്ടല്ലോ, നിങ്ങളുടെ ആൾക്കാർ തന്നെ ബിന്നിയെയും അതുപോലെ തന്നെ ആ നൂഹിനെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇപ്പം പുറത്തു വന്നില്ലേ. അവർക്കെതിരെ നിങ്ങൾ നടത്തിയ അറ്റാക്കുകൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്ത് മോശമായിട്ടാണ് ബിന്നിയെ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ സഹോദരിയുടെ ആൾക്കാർ എന്ന് പറയുന്ന ആൾക്കാർ എല്ലാവരും കൂടി ചേർന്ന് പച്ചക്കല്ലേ ഒരു കുടുംബത്തെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്നത്തെ ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെളിയിലിടുക വേണ്ടത്. അല്ലാതെ ഒരു മനുഷ്യനെ, കുടുംബത്തെ അടക്കം, അതായത് ആ അച്ഛനും അമ്മയും, അനീഷിന്റെ അച്ഛനും അമ്മയും വിഷമിച്ചു. അതുപോലെ തന്നെ പിന്നെ ഇപ്പോഴും ബിന്നിയുടെ കുടുംബങ്ങൾ വിഷമിച്ചു, ബിന്നിയുടെ ഭർത്താവിന്റെ കുടുംബങ്ങൾ വിഷമിച്ചു. അവരൊക്കെ എന്ത് പാപമാണ് ചെയ്തത്? അതായത് നിങ്ങളുടെ സഹോദരി പറഞ്ഞൊരു കാര്യം അവിടെ ചെന്ന് പറഞ്ഞു എന്നല്ലാതെ അവർ വേറെ എന്താണ് ചെയ്തിരിക്കുന്നത്? അവരൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് വെളിയിൽ വന്ന് പറഞ്ഞു. എന്നിട്ടും അവരെ വിടാതെ പിന്തുടരുകയും ഈ അടുത്ത കാലത്ത് വരെ ഈ ബിന്നി എന്ന് പറയുന്ന ആ സ്ത്രീക്കെതിരെ വളരെ മോശമായ തരത്തിൽ സൈബർ അറ്റാക്കിന് നേതൃത്വം നൽകിയത് മുഴുവൻ ഈ അനുമോളുടെ ഫാൻസ് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടങ്ങളാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇപ്പോൾ അവറ്റകളെ എല്ലാവരും കൂടി ചേർന്ന് തമ്മിലടിക്കുകയാണ്. ഈ തമ്മിലടി നമുക്കിങ്ങനെ ഗാലറിയിലിരുന്ന് കാണണം. കാരണം ഒരു വിലയുമില്ലാത്ത, 5 പൈസ ഇല്ലാത്ത, 5 പൈസക്ക് ഗതിയില്ലാത്ത ആ കപ്പുണ്ടല്ലോ, ആ കപ്പ് തന്നെ എന്ന് പറഞ്ഞ അനുമോൾ വലിച്ച് എറിയുന്ന ഒരു ദിവസം വരുന്നാണ് ഞാൻ പറയുന്നത്. ഇതേ അനുമോൾ ആ കപ്പ് വലിച്ചെറിയും. കാരണം ആ കപ്പിന്റെ മുകളിൽ സമാധാനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്നും പറഞ്ഞ പരിഹാസ ചിരികളായിരിക്കും. എവിടെ പോയി കഴിഞ്ഞാലും ഒരു വിലയും കിട്ടത്തില്ല. ഇനിയിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാലും അനീഷിനെ ചതിച്ച് വാങ്ങിച്ച കപ്പ്, പൈസ കൊടുത്ത് വാങ്ങിച്ച കപ്പ്, ലാലേട്ടൻ ഫ്രീ ആയിട്ട് തന്ന കപ്പ്, ഇങ്ങനെയൊക്കെയുള്ള കപ്പിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ എല്ലാവരും പറയുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വലിച്ചെറിയണം അനുമോളെ, വലിച്ചെറിയണം. ഇങ്ങനെയുള്ള കപ്പുകൾ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെ ചതിക്കുന്നത് നിങ്ങളുടെ ഫാൻസും നിങ്ങളുടെ വീട്ടുകാരും തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിന് നിങ്ങളുടെ സഹോദരി കൃത്യമായിട്ട്, അതായത് സഹോദരിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞുകൊണ്ടാണ്. സഹോദരി നമ്മളോട് ചെയ്ത കാര്യത്തെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത്. ആ ഒരൊറ്റ വാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന്റെ സഹോദരൻ, അയാൾ ശരിക്കും പറഞ്ഞ അനുഭവിച്ചതിന് കുറച്ചെങ്കിലും മറുപടി നമ്മൾ തരണ്ടേ. നന്ദി, നമസ്കാരം.